ഹായ്, ഞാൻ ഡോക്ടർ ജ്യോതി ജോൺ തരകൻ, കൺസൾട്ടന്റ് ENT സർജൻ, മാക്കെയർ കലൂർ. ഇന്ന് നമുക്ക് കുറച്ച് മൂക്കിന്റെ സിംറ്റംസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂക്കടപ്പ്, മൂക്കിൽ കൂടെ ചോര വരിക, അതല്ലെങ്കിൽ തലവേദന, തലയ്ക്ക് ഭാരം, സ്മെല്ല് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ മണം കിട്ടുന്നില്ല, മൂക്കിന്റെയും തൊണ്ടയുടെയും പുറയിലായിട്ട് കഫം കെട്ടുന്നു. ഇതൊക്കെയാണ് കുറച്ച് മൂക്കിലെ സിംറ്റംസ്. അത് കുറെ കാരണങ്ങളാൽ വരാം. നമുക്ക് മെയിനായിട്ട് വരുന്നത് അലർജിക് സിംറ്റംസ് ആണ്. അലർജിക് റൈനോസൈനസൈറ്റിസ് ആണ്. അപ്പൊ അതിൽ റെക്കറന്റ് ആയിട്ട് സ്നീസിങ്, തുമ്മൽ, മാറാതെ നിൽക്കുന്ന ജലദോഷം, ഇതൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അത് കാരണം മൂക്കിനുള്ളിൽ ദശ ഗ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് നമ്മൾ സൈനോനേസൽ പോളിപ്പോസിസ് എന്ന് പറയും. അതല്ലാത്ത ദശകളും ഉണ്ട് മൂക്കിൽ. അപ്പൊ അത് കാരണമാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അപ്പം ഇതിനെല്ലാം നമ്മൾ ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി ചെയ്ത് ഇതിന്റെ ഡയഗ്നോസിസ് കണ്ടുപിടിച്ച് പിന്നെ ഇത് ട്രീറ്റ് ചെയ്യാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനത്തെ സിംറ്റംസ് മൂക്കിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്തുള്ള ഏതെങ്കിലും ഒരു ENT സർജനെ കാണിക്കുക. അതിന്റെ തന്നെ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി, CT PNS, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡയഗ്നോസിസിൽ എത്താൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സർജിക്കൽ ആണോ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യും. അപ്പം ഇതെല്ലാം ഞങ്ങൾ മാക്കെയറിലും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഷുവറായിട്ടും എടുക്കുക. താങ്ക് യു.